2023 ഡിസംബറിലാണ് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു നവകേരള യാത്ര നടക്കുന്നത്. നവകേരള യാത്ര 140 നിയോജക മണ്ഡലങ്ങളിലും കൂടെ സഞ്ചരിച്ചിട്ട് തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. പക്ഷേ യാത്ര തുടങ്ങിയത് മുതൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ആ യാത്രക്കെതിരെ വലിയ വിമർശനവും പ്രതിഷേധവുമായിട്ട് റോഡിലുണ്ടായിരുന്നു. അങ്ങനെ ആലപ്പുഴയിലെത്തിയപ്പോൾ ആലപ്പുഴ വെച്ച് ഈ കരിങ്കൊടി കാണിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ ചേർന്നിട്ട് രണ്ടുപേരെ അടിച്ചൊതുക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അത് വലിയ ചർച്ചയാവുകയും ആ സമയത്ത് അത് അന്വേഷണം നടത്തി അതിൽ വലിയ കാര്യമില്ല എന്ന് അന്നത്തെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും അവരെ തള്ളിക്കളയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പിന്നീട് ഈ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും ആദ്യം ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തയ്യാറാക്കുകയും അവർ കുറ്റപത്രം സമർപ്പിക്കുകയും അതിൽ കുറ്റാരോപിതരായിട്ടുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ ഉൾപ്പെടെയുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി അവർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആലപ്പുഴ കോടതിയിൽ ഇവരൊരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ 5 പ്രതികൾ എന്ന് പറയപ്പെടുന്ന 5 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവർ ആലപ്പുഴ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഭാഗമായിട്ട് വാദം കേൾക്കുന്നതിനിടയിൽ കോടതി ഇതിനിടെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഇന്ന് വലിയ വാർത്തയാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് കോടതി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് കോടതി ചോദിക്കുകയാണ്, നരഹത്യാ കുറ്റം ചുമത്താൻ മാത്രമുള്ള എന്താണ് അവിടെ നടന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഇൻസിഡന്റിന്റെ വീഡിയോ ചിത്രം പകർത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കോടതി ചോദിച്ചപ്പോൾ അതൊരു വലിയ സംഭവമാണ്. വീഡിയോ ചിത്രം പക്ഷേ ഞങ്ങൾ പകർത്തിയിട്ടില്ല എന്നാണ് വാദിഭാഗം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നിസാര പരിക്കുകൾ മാത്രമല്ലേ ഇതിൽ സംഭവിച്ചത് എന്ന് കോടതി ചോദിച്ചപ്പം ഈ വാദിഭാഗത്തിന്റെ വക്കീൽ ചോദിച്ചു, ഇത് വലിയ കാര്യമല്ല എന്നാണോ കോടതി പറയുന്നത് എന്നാണ് ചോദ്യം. പക്ഷേ ഈ SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. കാരണം ഒരു നരഹത്യാ കുറ്റം ചുമത്തുന്ന ഘട്ടത്തിൽ ആ നരഹത്യാ കുറ്റം ചുമത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്നതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കണം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പക്ഷേ നരഹത്യാ കുറ്റം ചുമത്തുക മാത്രം ചെയ്തു. പക്ഷേ അതിന് ആധാരമായിട്ടുള്ള കാര്യം, അത്രയും വലിയ ഒരു ഇൻസിഡന്റ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് കോടതി ചോദിച്ചത് നിസ്സാര പരിക്ക് മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ വാദിഭാഗം ശക്തമായിട്ട് തന്നെ ഈ പ്രതിഭാഗത്തിന്റെ അവർ സമർപ്പിച്ചിട്ടുള്ള ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള വാദം തുടരുകയാണ്. വാദം കേൾക്കുന്നത് ശനിയാഴ്ചത്തേക്ക് കൂടെ മാറ്റിയിട്ടുണ്ട്. അന്ന് 2 പേർക്കാണ് ആലപ്പുഴയിൽ വെച്ചിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അക്രമത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിലൊരാൾ ഇന്ന് MLA ആണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടതി ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ പോരെ, അതിന് പുറത്തേക്ക് നോക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതിഭാഗത്തോടും ചോദിക്കേണ്ടത്. പക്ഷെ പ്രതിഭാഗം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് മാത്രമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇതിനു മുൻപ്, അതായത് ഈ ആലപ്പുഴയിലെ അക്രമം നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് എറണാകുളത്ത് വെച്ചിട്ട് ഈ പറഞ്ഞതുപോലെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ വാഹനം ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഗൺമാന്മാരും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും അവിടെ ആലപ്പുഴയിൽ ഇവരെ തടഞ്ഞ പോലീസുകാർ കൂടാതെ ഇവർ കൂടി ഇറങ്ങി അവരെ പ്രതിരോധിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്നാണ് പ്രതിഭാഗം ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ കേസായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അവർക്ക് അന്ന് ആ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള സമരങ്ങൾക്കെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ അന്നത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭരണത്തിലേറി ഏറ്റവും ആദ്യം എടുത്ത തീരുമാനങ്ങളിലൊന്ന് ഒരു SIT രൂപീകരിക്കുക. ആ SIT രൂപീകരിച്ചതിന് ശേഷം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക, പ്രതികളെല്ലാം ശിക്ഷിക്കുക എന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അജണ്ട. എന്തായാലും കോടതിയിൽ വാദം തുടരുകയാണ്. വാദം ഇനി അടുത്ത ശനിയാഴ്ചയും കൂടെ തുടരും. അതിനുശേഷം മാത്രമാണ് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമുണ്ടാവുകയുള്ളൂ.